PGI general well-being ചെയ്യാം. PGI general എഴുതിയ സാധനമില്ലേ അതൊരു കവറിലിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യില്ലേ ആ ബുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചെയ്ത സാധനം 3 മടക്കി ഒരു കവറിലിട്ട് ഒരു പേജിൽ സ്റ്റിക്ക് ചെയ്തു എഴുതി നിങ്ങളുടെ റെക്കോർഡ് ഷീറ്റ് ഉണ്ടല്ലോ അതെ അത് ബൈൻഡ് ചെയ്യുമല്ലോ അപ്പൊ ബൈൻഡ് ചെയ്ത് ബുക്കാക്കുമ്പോ ഒരു കവറിൽ ഈ സാധനം ഇട്ട് അത് സ്റ്റിക്ക് ചെയ്ത് അതല്ല അതിന്റെ മടക്ക് ഉള്ളിലേക്ക് ആക്കി വെച്ചാൽ മതി ആ മടക്കുന്ന സാധനം എക്സാമിനർക്ക് അതൊന്ന് നോക്കാൻ വേണ്ടി അടുത്തത് PGI ജനറൽ ഇത് ആദ്യം ചെയ്ത ലൈഫ് സാറ്റിസ്ഫാക്ഷൻ പോലെ തന്നെ ടോട്ടൽ സ്കോർ ഉണ്ട്, സ്ട്രെസ് സ്കോർ ഉണ്ട്, ഗ്രേഡ് ഉണ്ട്, ലെവൽ ഓഫ് ജനറൽ വെൽബീയിങ് ഉണ്ട്. വെൽബീയിങ് എന്ന് വെച്ചാൽ എന്താ? ലൈഫ് സാറ്റിസ്ഫാക്ഷൻ വെൽബീയിങ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതെ, സെൻസ് ഓഫ് ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്ങിനാണ് നമ്മൾ ജനറൽ വെൽബീയിങ് എന്ന് പറയുന്നത്. നമ്മുടെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ നോംസ്, എവറിത്തിങ് ഇൻ സൈക്കോളജി കണക്റ്റഡ് വിത്ത് ഓൾ ദോസ്. നിങ്ങൾ ഏത് സൊസൈറ്റിയിലാണ് ഉള്ളത്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണാലിറ്റി അത് റോസൻബർഗ് അല്ല, ഓരോ എക്സ്പെരിമെന്റിന്റെ കൂടെ നിങ്ങൾ എഴുതുമല്ലോ. നിങ്ങൾ എഴുതി ഇൻട്രൊഡക്ഷൻ എഴുതി മെത്തേഡ് പ്രൊസീജിയറിന്റെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ മാത്രമേ നിങ്ങൾ എഴുതുള്ളൂ. ബാക്ക് സൈഡിൽ നിങ്ങൾ എഴുതില്ല. ബാക്ക് സൈഡിലാണ് നിങ്ങൾ ടേബിൾ ഒക്കെ വരയ്ക്കുന്നത്. ടേബിൾ വരയ്ക്കണം. പേപ്പറിലേക്ക് എഴുതുമല്ലേ? റിസൾട്ട് എന്ന് പറയുന്നത് ടേബിൾ അല്ലേ? ടേബിൾ ഹെഡിങ് എഴുതി ടേബിൾ വരയ്ക്കും. അപ്പൊ ഒരു പേജിൽ ഈ സാധനം ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിക്ക് ചെയ്തു. അപ്പൊ അതിന്റെ കവർ ഉള്ളിലേക്ക്, കവറിന്റെ അടപ്പം ഉള്ളിലേക്ക് വെച്ച് ഇതിവിടെ സ്റ്റിക്ക് ചെയ്തു. എല്ലാ സബ്ജക്റ്റിനും ഒന്നിച്ച് അല്ല, ഓരോ എക്സ്പെരിമെന്റിന്റെ ഓരോ 5 കൂടി ഒരുമിച്ച് വെച്ചാണ് വയ്ക്കണ്ടേ? 5 കൂടെ ഒരുമിച്ചല്ല. എക്സ്പെരിമെന്റിന്റെ ഈ സ്കെയിൽ വന്നിട്ട് ആ എക്സ്പെരിമെന്റിന്റെ സൈഡിൽ 5 കൂടെ കൈറ്റ് ചെയ്ത് ഒറ്റ ബുക്കാക്കും. അപ്പൊ ജനറൽ വെൽബീയിങ്ങിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ കൾച്ചറൽ ഫാക്ടേഴ്സും എല്ലാം അഫക്ട് ചെയ്യും. പിന്നെ അതിനകത്ത് എയിം എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിന്റെ ഓവറോൾ സെൻസ് ഓഫ് വെൽബീയിങ് ഓർ ക്വാളിറ്റി ഓഫ് ലൈഫ് മെഷർ ചെയ്യാനാണ്. മെറ്റീരിയൽസ് നമുക്ക് ഈ PGI വെൽബീയിങ് മെഷറാണ്. അതിന്റെ മാനുവൽ ഉണ്ട്. പിന്നെ പ്രൊസീജിയർ ഇതിനകത്ത് പറഞ്ഞേക്കണ പോലെ തന്നെ എല്ലാത്തിന്റെ സ്കെയിൽസിന്റെ പ്രൊസീജിയർ ഒന്നായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും. സ്ട്രോങ്ലി എഗ്രി ആണോ, മൈൽഡ്ലി എഗ്രി ആണോ, ഡിസഗ്രി ആണോ, നോക്കട്ടെ.
അതിനകത്ത് എന്താവുന്നത്? ഫുള്ളി ട്രൂ, സംവാട്ട് ട്രൂ, ഫുള്ളി അൺട്രൂ, 3 ഓപ്ഷൻ ഉള്ളൂ. ആദ്യം ചെയ്തതിൽ 5 എണ്ണം ഉണ്ടായിരുന്നു, പിന്നെ ചെയ്തതിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. ഇതില് 3 ഓപ്ഷനാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് 20 സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളൂ. Whether you are in good spirit, in firm control of behavior and feelings, അതുപോലെ 20 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഫുള്ളി ട്രൂ ആണെങ്കിൽ എഴുതുക, സംവാട്ട് ട്രൂ ആണെങ്കിൽ അത് എഴുതുക, ഫുള്ളി അൺട്രൂ ആണെങ്കിൽ അത് എഴുതുക. അങ്ങനെ 20 സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയിട്ട് അതിന്റെ സ്കോറിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിനും ഫീമെയിലിനും വേറെ കേട്ടോ. മെയിൽ സാമ്പിളിനും ഫീമെയിൽ സാമ്പിളിനും ഇവിടെ സിസ്റ്റർ ഇതിന്റെ ഈ കോളം ഇടുന്നേ 9ാമത്തെ പേജിലൊക്കെ 2ാമത്തെ പേജ് ഈ കോളമുള്ള ടേബിളുള്ള പേജ്. അപ്പൊ റോ സ്കോർ 9-11 മെയിലാണെങ്കിൽ മെയിലിന്റെ റോ സ്കോറിന് നേരെയുള്ള ഇസഡ് സ്കോർ നോക്കുക. ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിന്റെ റോ സ്കോറിന് നേരെയുള്ള ഇസഡ് സ്കോർ നോക്കുക. റോ സ്കോർ ഇസഡ് സ്കോർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇസഡ് സ്കോർ ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പേജിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. 0.2.1 and above extremely high well-being, 0.1.6 to 2 high well-being, 0.5 to 1.25 above average, 0.5 to -5 to +5 average. അങ്ങനെ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കോളത്തിൽ അത് എഴുതാം. ഈ സ്ഥാനത്തിന്റെ മുന്നിലുള്ള കോളത്തിൽ നിങ്ങൾക്ക് സ്കോർ, ഗ്രേഡ്, ലെവൽ ഓഫ് വെൽബീയിങ് അത് എഴുതാം. എന്നിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ എങ്ങനെയാണോ കൂടുതൽ, കുറവ്, ആവറേജ്, എക്സ്ട്രീംലി ഹൈ വെൽബീയിങ്, എബവ് ആവറേജ്, ആവറേജ്, അതിന്റെ ഡിസ്കഷൻ ഓരോന്നിന്റെയും കൊടുത്തിട്ടുണ്ട്. കൺക്ലൂഷൻ അതിന്റെ താഴെ നിങ്ങളുടെ പാർട്ടിസിപ്പന്റിന് എബവ് ആവറേജ് ആണോ അല്ല അതൊന്നും വേണ്ട. ഇതിനകത്ത് കോളം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. നോംസ് വ്യത്യാസം ഉണ്ടെന്നാണ്. നോം എന്ന് വെച്ചാൽ മെയിലിനും ഫീമെയിലിനും വ്യത്യാസമുണ്ട്. അപ്പൊ അവരവരുടെ 10-100 സാമ്പിളിൽ നടത്തിയ സ്റ്റഡിയെ ബേസ് ചെയ്തിട്ടാണ് ഈ നോം ടേബിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് യു കമ്പയർ ഇറ്റ് വിത്ത് ദ നോം ടേബിൾ ആൻഡ് ദെൻ യു ഡു. അങ്ങനെ ചെയ്യുന്നത്. കാരണം നമുക്ക് കൃത്യമായ ഒരു സാധനം ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു ജനറൽ സ്കോറുമായിട്ട് കമ്പാരിസന് വേണ്ടിയ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഓഫ് ആൻ ആവറേജ് ഗ്രൂപ്പാണ് നോം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ആ നോമുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോം ടേബിൾ നോക്കുക, അതിനനുസരിച്ച് എന്ത് ഇന്റർപ്രിട്ടേഷൻ ആണ് കൊടുത്തത്, ഹൈ ആണോ, ലോ ആണോ, ആവറേജ് ആണോ എഴുതുക. പിന്നെ അതിന്റെ ഡിസ്കഷൻ നോക്കി ഡിസ്കഷൻ എഴുതുക. പിന്നെ കൺക്ലൂഷൻ ഹൈ ആണോ, ആവറേജ് ആണോ എന്താന്ന് അവിടെ എഴുതുക. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അത് നമുക്ക് ഇവിടെ ചെയ്യാം. അതായത് ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ. മെമ്മറി സ്പാനിന്റെ ഒരു ടേബിൾ തന്നിട്ടില്ലേ? നമ്പേഴ്സ് എഴുതിയേക്കണം. യൂഷ്വലി നമ്മൾ കോളേജിൽ തേക്കുമ്പോൾ പിള്ളേരെ കൊണ്ട് ഈ
നമ്പറിന്റെ സാധനം പ്രിപ്പയർ ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ നമ്പറിന്റെ സാധനമാണ് ഇതാണ് ഈ പാർട്ട് 2 ഓഡിറ്ററി, വിഷ്വൽ അല്ല ഓഡിറ്ററി ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഈ നമ്പർ എഴുതിയേക്കുന്ന കോളം ഉണ്ടല്ലോ പാർട്ട് 2 ഓഡിറ്ററി. പിന്നെ അതിന്റെ 4 പേജിൽ ഒരു ടേബിളുണ്ട്, 2 ടേബിളാണ് ചെയ്യുന്നത്. ഒന്ന് ഫോർവേഡും ഒന്ന് ബാക്ക്വേഡും ആണ്. അതായത് ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് നമ്മൾ കൈപിടിക്കും. ഈ ലിസ്റ്റ് പാർട്ടിസിപ്പന്റിനെ കാണിക്കില്ല, ഇതൊരു എക്സ്പെരിമെന്റ് പോലെയാണ്. ഇവിടെ നമ്മൾ സ്കെയിലൊന്നും അല്ല ചെയ്യുന്നത്, ഇൻസ്റ്റന്റ് ഈ സാധനം നമ്മൾ കൈപിടിക്കും. എന്നിട്ട് നിങ്ങളുടെ പാർട്ടിസിപ്പന്റിനോട് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 8 to 7 എന്നുള്ള നമ്പറാണ്. അപ്പൊ 1 സെക്കൻഡിൽ ഒരു നമ്പർ വീതം നമ്മൾ പാർട്ടിസിപ്പന്റ് കാണാതെ നമ്മൾ ഇതിനെ കഴിക്കും. എന്നിട്ട് നമ്മൾ റിസൈറ്റ് ചെയ്യും, പറഞ്ഞു കൊടുക്കും 1 സെക്കൻഡിൽ ഒരു നമ്പർ. അപ്പൊ നമ്മുടെ പാർട്ടിസിപ്പന്റ് ആ നമ്പർ തിരിച്ചു പറയാം, 8 to 7 മെമ്മറി ടെസ്റ്റ് പറയാം. അതുപോലെ 3 ഡിജിറ്റിന്റെ ഉണ്ട്, 4, 5, 6, 7, 9 വരെ ഉണ്ട്. അത് 3 ലിസ്റ്റ് ഉണ്ട്. 10 ഉണ്ട്. ഒരു നമ്പർ റെപ്പറ്റീഷൻ വന്നിട്ടുണ്ട്. ഉണ്ട്. യൂഷ്വലി അങ്ങനെ 10 എടുക്കില്ല, റെപ്പറ്റീഷൻ വരാൻ സമ്മതിക്കില്ല. 3 ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 10 വരും. അതായത് 1 3ലാണ് അടങ്ങിയിരിക്കുന്നത്. 3 സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ 3 ഡിജിറ്റ്സിന്റെ നമ്മൾ ആദ്യം പറയും. അപ്പൊ 3 ഡിജിറ്റ്സിന്റെ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ഇവര് റെസ്പോൺസ് എങ്ങനെയാണ് ഈ കോളത്തിൽ 3, 5, 7 നിങ്ങൾ പറഞ്ഞെങ്കിൽ അവര് 3, 7 എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ടിക്ക് ഇടും. 3 പറഞ്ഞെങ്കിൽ ടിക്ക് ഇടും. ഇതുപോലത്തെ 3 ലിസ്റ്റ് ഉണ്ടല്ലോ, പിന്നെ അടുത്ത ലിസ്റ്റിൽ നിന്ന് 3 എണ്ണുള്ളത് പറയും, അത് ടിക്ക് ഇടും. 3ാമത്തെ ലിസ്റ്റിൽ നിന്ന് 3 എണ്ണുള്ളത് പറയും, അത് ടിക്ക് ഇടും. പിന്നെ അടുത്തത് 4 ഡിജിറ്റ് ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു, സെക്കൻഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു, തേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു, 3 പറഞ്ഞു, 3 ടിക്ക് ഇടും. ഇനി 5ാമത്തെ അതുപോലെ തന്നെ. അതായത് ഈ ലിസ്റ്റ് ഇതിൽ 1 കഴിഞ്ഞ് 2ലേക്ക് പോണേന്ന് വരാം. ഈ 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് ലിസ്റ്റിന്റെ 1, പിന്നെ തേർഡ് ലിസ്റ്റിന്റെ 1. 3 ലിസ്റ്റിന്റെ 3 ഡിജിറ്റ് ഉള്ളത് ആദ്യം നമ്മൾ പറയും. അപ്പൊ അത് 3 എണ്ണം ഉണ്ടെങ്കിൽ 3 ശരിയാണെങ്കിൽ ടിക്ക് കൊടുത്തു. അടുത്തത് 4 ഡിജിറ്റ് വന്നു, 3 സ്ഥലത്ത് ടിക്ക് കൊടുത്തു. 5 ഡിജിറ്റ് വന്നു, 2 സ്ഥലത്ത് പറഞ്ഞു, 1 സ്ഥലത്ത് തെറ്റിന്ന് വെച്ചോ. അപ്പൊ നമ്മള് 2 എണ്ണം ശരിയായല്ലോ, അടുത്തതിലേക്ക് പ്രൊസീഡ്. ഏതെങ്കിലും 1 പറഞ്ഞാൽ അടുത്തതിലേക്ക് പ്രൊസീഡ് ചെയ്യും. 3 തെറ്റിയാ പിന്നെ അടുത്തതിലേക്ക് നമ്മൾ പോകില്ല. അവരുടെ ഡിജിറ്റ്സ് താൻ അതായിട്ട് കണക്കൂടും. അവരെ അതേ പേസിൽ നമ്മളോട് പറയാം. അതായത് 1 നമ്പർ പെർ സെക്കൻഡ് ആണ്. 5 to 7 അങ്ങനെ ചാടി പറയുന്നത് 5 to 7. അപ്പൊ ഇവര് നിങ്ങളത് കേട്ടിട്ട് 5 to 7 പറയും. അപ്പൊ അത് കിട്ടും. അടുത്ത ലിസ്റ്റിലേക്ക് 5, 6, 1 പറയും. അപ്പൊ നിങ്ങളത് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ 3ാമത്തെ 9, 5, 7 പറയാം. അപ്പൊ അത് കിട്ടും. പിന്നെ അടുത്ത നമ്പർ 4 ഡിജിറ്റിന്റെ 3 ലിസ്റ്റിലെ ആവർത്തിക്കും. അപ്പൊ 4 പറഞ്ഞെങ്കിൽ ടിക്കിടും. ഏതെങ്കിലും ഇപ്പൊ 6 എണ്ണം പറഞ്ഞു, 6 എണ്ണത്തിന്റെ കൊടുത്തു. അപ്പൊ പാർട്ടിസിപ്പന്റ് 1 എണ്ണം പറഞ്ഞു, അപ്പൊ ബാക്കി 2 തെറ്റിച്ചു. അപ്പൊ അവിടെ തെറ്റിടുക. 2ാമത്തെ ലിസ്റ്റിലും 3ാമത്തെ ലിസ്റ്റിലും തെറ്റിടുക. പിന്നെ 7ാമത്തെ കൊടുത്തു, അപ്പൊ 1 എണ്ണം പറഞ്ഞു, അപ്പൊ 8ലേക്ക് പോകാം. പിന്നെ സ്കോറിംഗ് ഞാൻ അവസാനം പറഞ്ഞു, അടുത്തതിലേക്ക് പോകും. ഒന്നും തെറ്റ് പറയുകയാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോ 6ൽ 1 എണ്ണം പറഞ്ഞു, അപ്പൊ നമ്മൾ 7ലേക്ക് പോയി. 7ൽ 1 എണ്ണം പറഞ്ഞു, അപ്പൊ നമ്മൾ 8ലേക്ക് പോയി. അപ്പൊ അവിടെ ടോട്ടൽ 1/3 സ്കോർ ഇട്ട് കൊടുത്തു. അപ്പൊ 1/3 1/3 വരും. അപ്പൊ 2/3 വരും. അപ്പൊ 6 and 2/3 വരും. അപ്പൊ നമ്മൾ
നമ്മുടെ 6 and 2/3 നമ്മൾ പോകും. ഓർഡർ അതേ ഓർഡറിൽ വേണം പറയാൻ. അതേ ഓർഡറിൽ ഫുള്ള് പറയണം. അടുത്ത പാർട്ട് എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ 3, 5, 7 പറഞ്ഞാൽ നിങ്ങൾ 7, 5, 3 റിവേഴ്സ് പറയണം. അതാണ് നെക്സ്റ്റ് പാർട്ട്. 3, 5, 7 ഞാൻ പറഞ്ഞാൽ നിങ്ങൾ റിവേഴ്സ് വേണം പറയാം. അപ്പൊ നിങ്ങൾ റിവേഴ്സ് പറഞ്ഞില്ലെങ്കിൽ തെറ്റും. അപ്പൊ ഒരേ ഓർഡറിൽ പറയണേ എനിക്ക് എപ്പോഴും ഇമ്മീഡിയറ്റ് മെമ്മറിയാ. അതായത് നിങ്ങൾ ഇപ്പൊ സെൻസറി മെമ്മറിയിൽ എത്ര ഇൻഫർമേഷൻ നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചില മനുഷ്യർക്ക് ഭയങ്കര സെൻസറി മെമ്മറി സ്കോറാണ്. ഈ ടീച്ചേഴ്സിന് ലോയേഴ്സിനൊക്കെ സെൻസറി മെമ്മറി സ്കോർ ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മളിങ്ങനെ ഇപ്പൊ പ്രസന്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രോസസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഏരിയ സ്ട്രെച്ച് ചെയ്യും. ലോയേഴ്സിനൊക്കെ മെമ്മറി ഭയങ്കര കൂടുതലാണ്. അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് അവർ ഈ ട്രയൽ പ്രൊസീജിയർ മുഴുവൻ അവർ ഓർക്കണം. എന്നാലാണ് അവർക്ക് അത് അടുത്ത ട്രയൽ വരുമ്പോ ഈ പറഞ്ഞത് വെച്ചല്ലേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എഴുതി വെക്കണവർക്ക് നമ്മളിപ്പോ ഫോൺ ഉപയോഗിക്കുക എഴുതി വെക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മെമ്മറി കുറവാണ്. പണ്ടുള്ളവർ അങ്ങനെയല്ല. എത്ര പെരുക്കപ്പട്ടിക എത്ര എണ്ണം വരെ പഠിക്കും? 25 വരെ പഠിക്കും. അപ്പൊ അവർക്ക് മെമ്മറി ഭയങ്കര കൂടുതലാണ്. മെമ്മറിയിൽ നമ്മൾ എത്രത്തോളം സ്റ്റോർ ചെയ്യണോ അത്രയും നമ്മുടെ മെമ്മറി സ്പ്രെഡ് ചെയ്യും. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ പെയറായിട്ടിരുന്നാണ് ഇത് ചെയ്യാൻ. ഒരാൾ വായിക്കണം, മറ്റേ ആള് റീപ്രൊഡ്യൂസ് ചെയ്യണം. മനസ്സിലായോ? രണ്ടുപേര് ഇരിക്കുക, ഒരാൾ വായിക്കുക, മറ്റേ ആള് റീപ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ചെയ്തോ. ഇതുപോലെ തന്നെ റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്റ്റാർട്ട് പറഞ്ഞ് വേണം തുടങ്ങാൻ. ഒരെണ്ണം സാമ്പിൾ കൊടുക്കണം കേട്ടോ. എങ്ങനെയാ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഞാനിപ്പോ പറഞ്ഞു. സാമ്പിൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ല പ്രിന്റില്ല അത് കൊണ്ടുവന്നില്ല. മെമ്മറി സ്പാൻ എന്ന് പറയുന്നത് അപ്പൊ 3 പറയുവാണെങ്കിൽ 3, 4 പറയുവാണെങ്കിൽ 4, 5 പറയുവാണെങ്കിൽ 5. ഇനി ഒരെണ്ണം പറഞ്ഞോണെങ്കിൽ അല്ല 1, 1, 1 എഴുതിപ്പിച്ചോ. അതായത് 3 പറയുകയാണെങ്കിൽ ടിക്ക് ഇട്ടു 1 ഇട്ടു. പിന്നെ 4 പറയുകയാണെങ്കിൽ ടിക്ക് ഇട്ടു 1 ഇട്ടു. 5ാമത്തെ ലിസ്റ്റിൽ ഒരെണ്ണേ പറഞ്ഞോളൂ. അപ്പൊ നമ്മളവിടെ 1/3 തരും. 1/3 അതായത് 2 പറയുകയാണെങ്കിൽ 2/3. അങ്ങനെ അത് 3/3 ആകുമ്പോഴാണ് 3 ലിസ്റ്റില് എല്ലാം ടിക്ക് എല്ലാം പറയുമ്പോഴാണല്ലോ 3/3 വരുന്നത്. അപ്പോഴാണ് 1 വരുന്നത്. അങ്ങനെ വെച്ച് സ്കോർ ചെയ്തു. 1/3 1/3 എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. 5 1/5 അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. 1ാമത്തെ ലിസ്റ്റില് 1ാമത്തെ റോ നിങ്ങൾ പറഞ്ഞു യു ഗെറ്റ് 1/3. പിന്നെ 2ാമത്തെ ലിസ്റ്റിൽ 3 ഉള്ളത് പറഞ്ഞു അഗൈൻ 1/3. 3ാമത്തെ ലിസ്റ്റിൽ പറഞ്ഞു അഗൈൻ 1/3. അപ്പൊ ടോട്ടൽ എത്രയായി? 3 ഡിജിറ്റിന് 1 ആയി. പിന്നെ 4ാമത്തെ ഡിജിറ്റിന്റെ അങ്ങനെ തന്നെ ചെയ്തോ. അപ്പൊ 4ാമത്തെ ഡിജിറ്റിന് 1 ആയി. അപ്പൊ 3, 4 ആയി. ഇനി 5ാമത്തെ ഡിജിറ്റില് 1/3 കിട്ടുള്ളൂ, അല്ലെങ്കിൽ 2/3 കിട്ടുള്ളെങ്കിൽ അവിടെ 2/3 എഴുതുക. 2 മാത്രം വേണ്ട. ഒരെണ്ണം പറഞ്ഞ നെക്സ്റ്റിലേക്ക് പ്രൊസീഡ് ചെയ്യാം. പിന്നെ 6ാമത്തെ 1 പറഞ്ഞു. അപ്പൊ ഒരു 1/3 അവിടെ കിട്ടിയില്ലേ. അപ്പൊ ഇവിടെ 2/3 1/3 കൂട്ടുമ്പോ 6 കംപ്ലീറ്റ് ആയി. റെസ്പോൺസിബിലിറ്റിയിലാണ് എഴുതേണ്ടത്. ഈ സ്പാൻ ഓഫ് മെമ്മറി എന്നുള്ള സ്ഥാനം ഇല്ലേ. ഓരോന്നിന്റെ ലിസ്റ്റിന്റെ നേരെ നിങ്ങൾക്ക് അത് കറക്റ്റ് പറഞ്ഞെങ്കിൽ 1/3 സൈഡിൽ കോഡ് ചെയ്തു. അങ്ങനെ എഴുതണമെന്നില്ല. പക്ഷെ ഞാൻ പറയാം, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മൾ അങ്ങനെ എഴുതുവാണെങ്കിൽ നമുക്ക് പിന്നെ 1/3 3/3 ആയല്ലോ. അപ്പൊ 3 ഉള്ളതിന് ഫുള്ള് പറഞ്ഞാൽ 3 റെസ്പോൺസ് ലിസ്റ്റില്
രണ്ടാമത്തെ പറയുകയാണെങ്കിൽ അത് തിരിക്കണം, മൂന്നാമത്തെ പറയുകയാണെങ്കിൽ അത് ഏത് ഡിജിറ്റ് ആണെങ്കിലും 3 ലിസ്റ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ ഒരു ലിസ്റ്റില് 1/3, അടുത്ത ലിസ്റ്റില് 1/3, അടുത്ത ലിസ്റ്റില് 1/3. അപ്പൊ നമ്പർ ഓഫ് ഡിജിറ്റ്സ് നോക്കി മെമ്മറി സ്പാൻ അത്രയോ. മെമ്മറി സ്പാൻ നമുക്ക് പറയാം 3 ഡിജിറ്റിന്റെ പറഞ്ഞെങ്കിൽ 3, 4 ഡിജിറ്റിന്റെ ആണെങ്കിൽ 4, 5 ഡിജിറ്റിന്റെ ആണെങ്കിൽ 5. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം, നിങ്ങളിപ്പോ എക്സ്പെരിമെന്റ് ചെയ്തോ. ബട്ട് 1 നമ്പർ പെർ സെക്കൻഡ് വേണം പറയാൻ, പടപടപടയെന്ന് പറഞ്ഞു പോകരുത്. മനസ്സിലായോ? നിങ്ങൾ നമ്പർ പറയുമ്പോ സിസ്റ്ററിന്റെ കൂടെ ഇരിക്കും. സിസ്റ്റർക്ക് ഒരു പാർട്ട്ണർ അവിടെ വന്നിട്ടുണ്ട്, അച്ഛൻ പോയി, അച്ഛൻ തേച്ച്. മനസ്സിലായില്ലേ? ഏതാ പറയണ്ടേ? അത് ശരിയായെങ്കിൽ ശരിയിടുക റെസ്പോൺസ് കോളത്തില്. അതിന്റെ അറ്റത്ത് സ്പാൻ ഓഫ് മെമ്മറിയിൽ 1/3 എഴുതുക. പിന്നെ രണ്ടാമത്തെ ലിസ്റ്റില് 3 നമ്പർ ഉള്ളതാണ് നമ്മൾ അടുത്തത് കൊടുക്കുന്നത്. അവിടെ കൊടുക്കുമ്പോ അത് ശരിയിടുക, 1/3 എഴുതുക. പിന്നെ മൂന്നാമത്തെ ലിസ്റ്റില് 3 ഡിജിറ്റിന്റെ പറയും, അവിടെ ടിക്ക് ഇടുക, 1/3 എഴുതുക. അപ്പൊ 3 എന്നുള്ള നമ്പറിന് 3 ശരിയായി. അപ്പൊ 3 ഫസ്റ്റ് ലിസ്റ്റില്, സെക്കൻഡ് ലിസ്റ്റില്, തേർഡ് ലിസ്റ്റില് 3 ഡിജിറ്റിന്റെ പറയണം. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ലിസ്റ്റിന്റെ 4 ഡിജിറ്റ്, സെക്കൻഡ് ലിസ്റ്റിന്റെ 4 ഡിജിറ്റ്, തേർഡ് ലിസ്റ്റിന്റെ 4 ഡിജിറ്റ്, അങ്ങനെ പോകും. ഇനി അങ്ങോട്ടും കൂടെ ചെയ്തോ. അല്ല അതറിയില്ല, അതൊന്നും കുഴപ്പമില്ല. ഈ പേജിലുള്ളത് ഇപ്പൊ നിങ്ങള് പറയണതിന് റിവേഴ്സ് ഓർഡറിൽ തിരിച്ചു പറയണം. 5, 4, 9 എന്ന് പറഞ്ഞാൽ 9, 6, 5 എന്ന് പറയണം. അതുപോലെ എല്ലാ ഡിജിറ്റും പറയണം. ഇതുപോലെ തന്നെ സ്കോർ ചെയ്യുക. 3, 4, 5, 6 അങ്ങനെ പറഞ്ഞാൽ അവരാ ട്യൂൺ തിരിച്ചു പറഞ്ഞു. 1 ഡിജിറ്റ് പെർ സെക്കൻഡ് ഒരേ പേസിൽ വേണം പറയാൻ. തോറ്റു എന്ന് പറയാൻ പാടില്ല, തോറ്റു ജയിച്ചൊന്നും പറയാൻ പാടില്ല. ഒരേ പേസിൽ ഒന്ന് സംഭവിക്കും അങ്ങനെ പറയില്ല, അതേ പേസിൽ തന്നെ പറയും. അങ്ങനെ സ്പീഡിൽ പറയാൻ പാടില്ല. ഒരു ഡിജിറ്റിന് 1 സെക്കൻഡ്, 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നമ്പർ പറയാം. അതല്ലേ 1 സെക്കൻഡ്. റിവേഴ്സ് ആയിട്ട് തിരിച്ചു പറയണം. തിരിച്ചു പറയാൻ വേണ്ടേ? അങ്ങനെ പറയണം. നേരാവണ്ണം ചോദിക്കും, റിവേഴ്സ് പറയണം. അല്ല തിരിച്ച് അങ്ങനെയല്ല, റിവേഴ്സ് പറഞ്ഞാൽ മറ്റേ തിരിച്ചു പറയണമെന്ന് പറഞ്ഞാൽ അത് സെയിം തന്നെയാണ്. ബാക്ക്വേർഡിന്റെ ആവറേജ്, ഫോർവേഡിൽ നിങ്ങൾക്ക് 7 കിട്ടി, ബാക്ക്വേർഡിൽ 5 കിട്ടിയെങ്കിൽ 5 + 7/2. അതാണ് മെമ്മറി സ്പാൻ. ഫോർവേഡ് പ്ലസ് ബാക്ക്വേർഡ് ബൈ 2. 5 and 1/3 ആണെങ്കിൽ 5 വെച്ച് റെസ്പെക്ട് ചെയ്യണം. 2/3 ആണെങ്കിൽ 6ലേക്ക് അവിടെ പറയും ഇവിടെ പറയും, അത് വലിയ ഡിസ്റ്റർബൻസ് ആയിരുന്നു. അതൊരു വലിയ അവരവിടെ പോയാ അവര് രഹസ്യത്തിൽ പോയി നമുക്ക് പുറത്ത് പറയുമ്പോ അവിടുത്തെ പറയണത് വ്യത്യാസമില്ല.
പിന്നെ നിങ്ങൾ ലഞ്ച് കഴിച്ചില്ല, അതൊക്കെ മാറ്ററാ. രാവിലെ ചെയ്യുമ്പോ ഇമ്മീഡിയറ്റ് മെമ്മറിയൊക്കെ കൂടുതലായിരിക്കും, വൈകുന്നേരം ആകുമ്പോ കുറഞ്ഞു. മാക്സിമം എത്ര വരെയൊക്കെ വരും? മാക്സിമം എത്ര വരെയൊക്കെ വരാം? ഫുള്ള് പറയുന്നവരുടെ പിള്ളേര് ഫോർവേഡ് പാസ്വേഡ് ഞാനൊക്കെ ഫുള്ള് പറയായിരുന്നു. കുട്ടിയായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോ, ഇപ്പൊ ഒന്നും അറിഞ്ഞൂടാ. ഇപ്പൊ 4, 5, 6 നമുക്ക് മെമ്മറി എല്ലാവരും പ്രശ്നം. നമ്മൾ ഒരുപാട് സംഗതികൾ മെമ്മറൈസ് ചെയ്തു. ഇപ്പത്തെ പിള്ളേർക്കും കുറവാണ്. പിള്ളേരും ഒന്നും മെമ്മറൈസ് ചെയ്തില്ല. നമുക്ക് എന്തോ ഒരു ഫോൺ നമ്പർ അറിയായിരുന്നു, അത് നമുക്കൊന്നും അറിയാൻ പാടില്ല. അത് വെച്ചിട്ടാണ് ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടോ, 4 നമ്പറും പ്ലസ് വേറെ L42E9356 അങ്ങനെയല്ലേ. നമുക്ക് ഓർക്കാൻ പറ്റുന്നത് മാത്രമാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ റീകോൾ ചെയ്യാൻ പറ്റും. പിന്നെ ചില മനുഷ്യരുണ്ട് ഇങ്ങനെ നമ്പർ എക്സർസൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, എന്റെ ഫാദറിലോ ലോയറായിരുന്നു. അമ്മയുടെയൊക്കെ മെമ്മറി ഒക്കെ കഴിഞ്ഞു. കാരണം അത്രയും സാധനം അവര് തലയിൽ വയല് മുഴുവൻ സ്റ്റോറി. ഇപ്പൊ ഓർത്തിരിക്കണ്ടല്ലേ, ഇപ്പൊ എല്ലാം അടിച്ചു നോക്കിയാൽ പണ്ടുള്ളവരത് മുഴുവൻ മെമ്മറി സ്റ്റോറി. പിന്നെ പണ്ടുള്ളവർക്ക് എന്ത് മെമ്മറിയാ, കണ്ടുപിടിച്ച കവിതകൾ പോലും അവരിപ്പോ ഒരക്ഷരം തെറ്റാതെ ചൊല്ലും. നമുക്കിപ്പോ ബാബ ബ്ലാക്ക് ഷീപ്പ് പോലെ അറിയാൻ പറ്റും. നമ്മളല്ല ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പിള്ളേരോട് എല്ലാ ഓർമ്മയും. അപ്പൊ 5 എണ്ണം നിങ്ങൾ ആദ്യം ഒന്ന് എഴുതി നോക്കുക. അതിനുശേഷം ഫെയർ ആയിട്ട് റെക്കോർഡിലേക്ക് എഴുതി ബൈൻഡ് ചെയ്ത് സാധനങ്ങൾ കവറിലിട്ട് വെക്കുക. ഇതൊരു എക്സ്പെരിമെന്റ് ആണ് ഈ ചെയ്തത്, ബാക്കിയെല്ലാം ടെസ്റ്റ് ആണ്. ഫോർവേഡ് ഷോർട്ട് നമ്പർ Participant has average memory span. എപ്പോഴും കുറയും അല്ലെ? എന്തുകൊണ്ടാ കുറയുന്നത്? ബിക്കോസ് നമ്മളവിടെ നിങ്ങളുടെ വർക്കിംഗ് മെമ്മറിയാണ്. യു നീഡ് ടു പ്രോസസ് ഇൻഫർമേഷൻ. അപ്പൊ കോഗ്നിഷനും കൺട്രോളും അവിടെ വരും. വേറെ ഫോർവേഡില് ഷോർട്ട് ടേം മെമ്മറി, നിയർ റെപ്പിറ്റീഷൻ ഓഫ് വാട്ട് യു ഹിയർ. അപ്പൊ അവിടെ നമുക്ക് കൂടുതൽ കിട്ടും, മറ്റോടത്ത് നമുക്ക് കുറയാനാണ് ചാൻസ്. അപ്പൊ അത് രണ്ടിന്റെയും കൂടെ ആവറേജ് ആണ്. അത്രേ ഉള്ളൂ.